ഇന്നുണ്ടായിട്ടുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തിൽ യാത്രക്കാരോട് മാപ്പ് പറയാൻ സമ്പൂർണമായി അവർക്ക് കോമ്പൻസേഷൻ നൽകാനുള്ള നടപടികളും എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. വ്യാപകമായ രീതിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് എയർ ഇന്ത്യയുടെ ഷെഡ്യൂൾ മുഴുവൻ റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഈ ഷെഡ്യൂൾ റദ്ദാക്കൽ വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുള്ളത്. റദ്ദാക്കപ്പെട്ടതിന് ശേഷം എയർ ഇന്ത്യ എടുത്ത നടപടി ഏറെ കുറ്റകരമായിട്ടുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചത്. അവർ പറഞ്ഞത് യാത്രക്കാർക്ക് ടിക്കറ്റ് ഫെയർ തിരിച്ചു നൽകാം എന്നുള്ളതാണ്. ടിക്കറ്റ് ഫെയർ തിരിച്ചു നൽകിയാൽ അവർക്ക് അവസാന സമയം വിസ കാലാവധി ഒരൊറ്റ ദിവസം മാത്രമുള്ളവർ ഹൈക്ക് ചെയ്ത പ്രൈസിന്റെ ടിക്കറ്റ് എടുക്കാൻ വീണ്ടും വിധിക്കപ്പെടുന്നവർ, ഒന്നിച്ച് ഗ്രൂപ്പായി ഉംറയടക്കമുള്ള തീർത്ഥാടനത്തിന് പോകുന്നവർ, അവധിക്കാലമായതിനാൽ കുടുംബമടക്കം ഒന്നിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തവർ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ക്ലേശങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുമൂലം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയർ ഇന്ത്യ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന് കാരണമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയാനും ടോട്ടൽ കോമ്പൻസേഷൻ ജനങ്ങൾക്ക് നൽകാനുമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തലത്തിൽ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലത്തിൽ കേന്ദ്ര വ്യോമയാന ഡിപ്പാർട്ട്മെന്റുമായും എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായ നടപടികൾക്ക് ഇന്ന് തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. അത് നല്ല രീതിയിലല്ല എങ്കിൽ എയർ ഇന്ത്യയിലേക്കുള്ളതായ പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെ കോൺഗ്രസ് ആവിഷ്കരിക്കും.